അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞൊക്കെ വെറുതെ. കാരണം ജനങ്ങൾ അതിനെയും മറികടക്കും. സതുപദേശങ്ങൾ സ്വീകരിക്കാത്തൊരു ഘട്ടം വരും. അവർക്ക് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ അവരുടെ ശരീരത്തിൻ്റെ മോഹങ്ങളും താല്പര്യങ്ങളും അവരുടെ കുടുംബത്തിൻ്റെ, ഭാര്യമാരുടെ, മക്കളുടെ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ, അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ അവരെ കൊണ്ട് തിന്മകൾ ചെയ്യിക്കും, അവരെ കുറ്റവാളികളാക്കും. അങ്ങനെ അവർ സതുപദേശങ്ങൾ സ്വീകരിക്കാത്തൊരു ഘട്ടം വന്നാൽ ഹത്താ ഇദാ റഅയ്ത ശുഹം മുതാ, അതായത് ആളുകൾ അവന്റെ ശാരീരിക താല്പര്യങ്ങൾക്ക് വഴങ്ങിയിട്ട് പിഷ്കനായി പോകാം. ഹൈറായ കാര്യങ്ങൾക്ക് വന്നിരിക്കുന്ന ഒറ്റ പൈസയും കിട്ടൂല. കാരണം എന്തുകൊണ്ട്? അതിന് കൊടുത്താൽ നഷ്ടം എന്നാണോ എൻ്റെ കണക്ക്. എന്നാൽ വേണ്ടാത്തതിനൊക്കെ പൈസ ചെലവാക്കും ചെയ്യും. അതാണ് ശുഹം മുതാ. അതായത് അവന്റെ ഈ ദുന്യാവിനോട് താല്പര്യത്തിന് ഒരാൾ മനസ്സ് വഴങ്ങിയാൽ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് ബഖീലാവും, പിഷ്കനാവുക, പൈസ ചെലവാക്കൂല. നല്ല കാര്യങ്ങൾക്ക് ചെലവാക്കൂല, എന്നാൽ അവൻ്റെ പൈസ ബാക്കി നിൽക്കൂല. അതവൻ ചെലവാക്കിയിട്ടുണ്ടാവും വേറെ മോശമായ വഴിയിൽ. നല്ല വഴിയിൽ അവന് ചെലവാക്കാൻ സാധ്യമാവില്ല അവൻ്റെ ശരീരത്തിന് വഴങ്ങിക്കൊടുത്താൽ. അങ്ങനെ അവൻ ശാരീരികമായ മോഹങ്ങൾക്ക് വഴങ്ങുന്നവരായിട്ട് നിങ്ങൾ ജനങ്ങളെ കണ്ടാൽ, അവൻ മുത്തബ, അവന്റെ ഇച്ഛകളെ പിന്തുടരുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ, ആളുകൾ ദീനിനേക്കാൾ ദുന്യാവിനെ തെരഞ്ഞെടുക്കുന്നവരായിട്ട് നിങ്ങൾ കണ്ടാൽ, ഓരോ വ്യക്തിയും അവന്റെ അഭിപ്രായങ്ങളിൽ അഭിരമിക്കുന്നവരായി നിങ്ങൾ കണ്ടാൽ, അതായത് എല്ലാവർക്കും ഞാൻ പറഞ്ഞാണ് കാര്യം, എന്റെ അഭിപ്രായമാണ് മുന്തിയത്, അതാണ് സ്വീകരിക്കപ്പെടേണ്ടത് എന്ന് തോന്നുന്ന ഒരു കാലഘട്ടം. 100 ആളുടെ 100 അഭിപ്രായമായിരിക്കും. എല്ലാവർക്കും അവനവൻ്റെ അഭിപ്രായം നടപ്പിലാക്കേണ്ടത്. വേറെ ആൾ പറഞ്ഞ സ്വീകരിക്കാനും ഒരു അഭിപ്രായം ചോദിക്കാനും അല്ലെ അത് അംഗീകരിക്കാനോ അവന്റെ അഹങ്കാരം അവനെ സമ്മതിക്കൂല. എല്ലാവർക്കും ഞാനൊരു നല്ല അഭിപ്രായമുള്ള ആളാണ്, എൻ്റെ അഭിപ്രായമാണ് ന്യായം, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെയുള്ള പറയാം. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് അതുപോലെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെയൊക്കെ പറയും. അതിലൊന്നും ഒരു കാര്യമില്ല. ഇവൻ പറഞ്ഞ പോലെ പിന്നെ അള്ളാഹു തആലക്ക് എന്തായി ഖളാഉം ഖദറൊന്നുമില്ലേ? ഒക്കെ നാട്ടുകാരെ ഏൽപ്പിച്ചാൽ പോരെ അത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതിയെങ്കിൽ എന്ന് പറയാൻ, നീ പറഞ്ഞ പോലെ ചെയ്യാൻ അള്ളാഹ് തീരുമാനിച്ചിട്ടില്ല എന്നല്ലേ സംഭവിച്ചെന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ചിന്തിച്ചൂടെ, അള്ളാഹു തആല അങ്ങനെ തീരുമാനിച്ചിട്ടുള്ള ഞാൻ പറയും പോലെ ചെയ്യാനല്ല. അപ്പൊ നമ്മുടെ അഭിപ്രായങ്ങളൊന്നും വലിയ മുന്തിയതാണെന്ന് വിചാരിക്കണ്ട. അള്ളാഹു തആലക്ക് ചില കണക്കുകളും തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തരും അവനവന്റെ അഭിപ്രായങ്ങളിൽ അഭിരമിക്കുന്നവരായിട്ട് നിങ്ങൾ കണ്ടാൽ, അത്തരമൊരു സാഹചര്യത്തിൽ നീ നിന്റെ തടി നോക്കിക്കോ, ആളുകളെ പാട്ടിന് വിട്ടേക്ക്. പിന്നെ അവരെ പുറകെ കൂടിയിട്ട് കാര്യമില്ല, പിന്നെ നിന്നെയും കൂടി അവർ കേടെത്തിക്കളയും. അങ്ങനെയാണ് ഈ അഭിപ്രായങ്ങൾ, സ്വന്തം അഭിപ്രായങ്ങൾ എഴുതാനുള്ള കാലഘട്ടം വന്നാൽ നമ്മളും കുടുങ്ങുമായിരിക്കും. കൂടിയിട്ട് വർത്താനം പറയുമ്പോൾ ചിലപ്പോൾ വഴങ്ങി കൊടുക്കേണ്ടി വരും മറ്റുള്ളവർക്ക്. കുറച്ച് വിനയും താഴ്മയുള്ളവരും മറ്റുള്ളവർക്ക് വഴങ്ങണ്ടേ. അവർ പറയുന്ന അഭിപ്രായങ്ങളാണെങ്കിലോ അത് മഹാമോശമായിരിക്കും ചെയ്യും. അപ്പോൾ പിന്നെ നല്ല എന്താ വെച്ചാൽ അവരെ വിട്ടിട്ട് സ്വന്തം തടിയേറ്റ് രക്ഷപ്പെടുക, ഒഴിഞ്ഞു പോകലാണ് നല്ലത്. ഇതാണ് അലൈക്കും അൻഫുസക്കും എന്ന ആയത്തിന്റെ ഉദ്ദേശം. ഫഅലൈക ബിനഫ്സിക വദഅങ്കൽ അവാം. എന്തുകൊണ്ടെന്നാൽ ഫഇന്ന മിൻ വറായിക്കും അയ്യാമസ് സബർ, നിങ്ങൾക്ക് പിന്നീട് ക്ഷമയുടെ ഒരു കാലഘട്ടം, ദിവസങ്ങൾ വരാനുണ്ട്. അസ്സബറു ഫീഹിന്ന മിസ്ൽ ഖബ്ല അൽ ജംർ. അത്തരം ഒരു കാലഘട്ടത്തിൽ ക്ഷമാശീലനായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് തീക്കട്ട കയ്യിൽ പിടിക്കുന്നത് പോലെ പ്രയാസകരമായിരിക്കും. ഇതിൻ്റെ ഇടയിലൊക്കെ ക്ഷമിച്ച് നിൽക്കണമെങ്കിൽ തീക്കട്ട കൈ പിടിക്കുന്ന മാതിരിയാണ്. 100,000 അഭിപ്രായങ്ങൾ ചുറ്റുപാടത്തൊന്നും പറയണം. ഇവരെ പണിക്കാതിരിക്കും കൂടി ചെയ്യണം, അത്ര എളുപ്പമുള്ള പണിയല്ലല്ലോ അത്. അപ്പോൾ നീ തടിയേറ്റ് രക്ഷപ്പെടേണ്ടി വരും. അവർക്കിടയിൽ നിൽക്കൽ ക്ഷമയുടെ കാലഘട്ടമാണ്, പക്ഷെ അത് എളുപ്പമല്ല. തീക്കട്ട കയ്യിൽ പിടിക്കുന്നത് പോലെ നിൽക്കേണ്ടി വരും. നീ ലിൽ ആമിലി ഫീഹിന്ന മിസ്ലു അജ്രി 50 റജുലൻ യഅമലൂന മിസ്ല ആമിലി. അന്ന് ഒരാള് അമല് ചെയ്യാന്ന് പറഞ്ഞാൽ, ക്ഷമാശീലനായിട്ട് അമല് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ 50 ആളുകൾ അമല് ചെയ്യുന്നതിന്റെ കൂലി അയാൾക്ക് കിട്ടും. അത്രയും പ്രയാസകരമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം സമ്മർദ്ദങ്ങളും അഭിപ്രായങ്ങളും ദീനിൽ നിന്ന് തന്നെ നിങ്ങൾ അകറ്റിക്കളയും, വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയും. നിങ്ങൾ എത്ര നല്ല ദീന് പഠിച്ചു കണ്ട് വീട്ടിൽ ചെന്നാലും വീട്ടുകാരെ സമ്മതിക്കും, പുരക്കാർ സമ്മതിക്കും. എത്രയോ കണ്ടിട്ടുണ്ട് നാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു കല്യാണമൊക്കെ വന്നാൽ ഇപ്പോൾ ഇടക്കാലത്തുണ്ടായിരുന്നു.
വലിയ പ്രശ്നമാണ്. ഒരു കല്യാണമൊക്കെ വരിക എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. ഏറ്റവും വലിയ പേടി കല്യാണത്തിന് പോകലാണ്. കല്യാണമാണെങ്കിൽ നാട്ടിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും ചെയ്യുമല്ലോ, നിർത്തിവെക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരു കല്യാണം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പേടിയാണ്. കാരണം അവിടെ പോകാതിരിക്കാൻ പറ്റൂല, നാട്ടുകാരോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ. പക്ഷെ അവിടെ ചെന്ന സർവ്വ തിന്മകൾക്കും നമ്മൾ പങ്കാളിയാകേണ്ടി വരും. പ്രത്യേകിച്ച് കല്യാണത്തിൻ്റെ തലേ രാത്രികളിലൊക്കെ ഉണ്ടാകുന്ന നാശങ്ങൾ, ഇതിനെപ്പറ്റി വീട്ടുകാരോട് പറഞ്ഞാൽ നല്ല ദീനുള്ളവൻ തന്നെ, നിസ്കരിക്കാൻ വരുന്നവന്, സ്വലാത്തിന് വരുന്നവന്, പള്ളിയിൽ മദ്രസയിൽ താല്പര്യമുള്ളവൻ, അവനെ വിളിച്ചുകാണ്ട് പറഞ്ഞാൽ എന്താ പറയാ, എനിക്കങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എന്താ ചെയ്യാം, പുരക്കാരൊക്കെ അങ്ങനെയല്ലേ ഇപ്പോഴത്തെ കാലത്ത്, അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനെയല്ലേ എന്ന് പറയും. ഇന്നത്തെ ചെറുപ്പക്കാരല്ലേ, നമ്മൾക്ക് അവരോട് വല്ലതും പറയാൻ പറ്റും. മകനെ പറ്റി വാപ്പായി പറയുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരല്ലേ നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? ഇതന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോലും ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല. ആ ഒരു കല്യാണപ്പരിയിൽ ആ ഒരു വാപ്പ മുഅ്മിനായിട്ട് നിൽക്കണമെങ്കിൽ അയാൾ തീക്കട്ട പിടിക്കുന്നവരെ പിടിച്ചു നിൽക്കേണ്ടി വരില്ല. അയാളെ മക്കളടിയിൽ ഇയാളെ ഭാര്യ സമ്മതിക്കോ, മക്കൾ സമ്മതിക്കോ? മഹാനായ ഹൻദല റളിയല്ലാഹു തആല നിങ്ങൾക്കറിയാലോ, ഹൻദല റളിയല്ലാഹു അൻഹു ആരാണ് എന്ന്. ചെറുപ്പക്കാരനായ സഹാബിയാണ്, റസൂലുള്ളാഹിന്റെ ആത്മമിത്രമാണ്, ദൃഢമനസ്കനാണ്. മഹാനായ ഹൻദല റളിയല്ലാഹു തആല തങ്ങൾ ഒരു ദിവസം റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് വിദൂരതയിൽ നിന്ന് ഓടി വരികയാണ്. വഴിയിൽ വെച്ച് യാദൃച്ഛികമായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹൻദല നീ എങ്ങോട്ടാ പോകുന്നത്? ആ ധൃതി കണ്ടിട്ടേ ബേജാറ് പിടിച്ച് എന്തോ കുഴപ്പമുണ്ടായ പോലെ ഹൻദല റളിയല്ലാഹു അൻഹു എടുത്തപാട് പറഞ്ഞ മറുപടി, നാഫഖ ഹൻദല യാ അബൂബക്കർ. അബൂബക്കറെ, ഹൻദല മുനാഫിഖായി പോയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അതിന്റെ അർത്ഥം മനസ്സിലാവില്ലേ? നമ്മളെ പോലെ അല്ലല്ലോ. നിഫാഖ്, കാപട്യം എന്നാണ് ഈ പറഞ്ഞത്. മുനാഫിഖിന്റെ അവസ്ഥ, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ് മുനാഫിഖിന്റെ വാസകേന്ദ്രം. കാരണം നരകത്തിന്റെ കഠിനമായ അദാബ് അനുഭവിക്കുന്നവർ കുഫാറുകളെക്കാൾ, മുശ്രിക്കുകളെക്കാൾ കഠിന അദാബ് മുനാഫിഖിനാ കിട്ടുക. ഏറ്റവും അടിത്തട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, താഴെന്നും മുകളിലും ചൂടായിരിക്കും. കഠിനമായ അദാബ് താഴെയല്ലേ ഉണ്ടാവുക. ഇത്ര വലിയ അദാബ് അല്ലാഹു തആല താക്കീതായി നൽകിയ ആളാണ് മുനാഫിഖ്. ആ മുനാഫിഖാണ് ഞാൻ എന്നാണല്ലോ ഈ പറഞ്ഞത്. അവിടുന്ന് എങ്ങനെയാണ് ഈ ഇഹലോകത്തെക്കുറിച്ച് പറഞ്ഞത് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. പരലോകത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞതും നിങ്ങൾക്കും എനിക്കും അറിയാം. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ സദുപദേശങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയം ഭക്തി കൊണ്ട് തുടിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ പുറത്തിറങ്ങി നമ്മുടെ വീട്ടിൽ ചെന്നാൽ, നമ്മുടെ ഭാര്യമാരുടെ അരികിൽ ചെന്നാൽ, മക്കളുടെ അരികിൽ ചെന്നാൽ, കച്ചവട സ്ഥാപനങ്ങളിൽ ചെന്നാൽ, കൃഷിയിടങ്ങളിൽ ചെന്നാൽ, തെരുവുകളിൽ ചെന്നാൽ നമുക്ക് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ജീവിക്കാനാകുന്നുണ്ടോ? റസൂലുള്ള പറയുന്ന സദുപദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പുറത്ത് സ്വീകരിക്കാനാകുന്നുണ്ടോ? അവിടുന്ന് നാം ഭക്തിയുള്ളവരാണ്. പുറത്തിറങ്ങിയാൽ അത് പോവുകയല്ലേ. പൊരി ചെന്നാലും ഭാര്യ പറയും പോലെ, മക്കള് പറയും പോലെ, അങ്ങാടി ചെന്ന കൂട്ടുകാര് പറയുന്നത് പോലെ നാം വഴി വഴങ്ങിക്കൊടുക്കല്ലേ. നിഫാഖല്ലേ ഇത്? ഞാൻ മനസ്സിലാക്കുന്ന കാപ്പട്ടിയാണ്. ഞാൻ എങ്ങനെയാണ്? അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ശിക്കായത്ത് പറയാൻ പോവാണ്. ഞാൻ പരാതി പറയാൻ പോകും. പരിഹാരം വേണ്ടേ? ബുദ്ധിമാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചിന്തിക്കുന്നത്, പടച്ചവനെ, എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണല്ലോ, ഞാനും അങ്ങനെ തന്നെയുള്ളൂ. അതാ വിനയാണ്. ഞാനോ നിങ്ങളോ അങ്ങാടിയിൽ നിന്ന് ഒരാളെ കണ്ട് ഇയാളിങ്ങനെ ഓടി പോകുന്നുണ്ട്, എങ്ങോട്ടാ നീ പോകുന്നു? ഞാൻ ഉസ്താദിനൊന്ന് കാണണം. എന്തേ? ഞാൻ മുനാഫിഖാണ്. ആ വിഷയം എന്ന് പറയണം. അവന് വട്ടളയിക്കണെന്ന് പറയല്ലേ. നമ്മളവനെ കളിയാക്കൂലേ? ഓ ഒരു വലിയ ആള്, ഒരു വലിയ ഭക്തൻ എന്ന് കളിയാക്കില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു തആല നിങ്ങൾ ചിന്തിക്കുന്നത്, പടച്ചവനെ, ഇത് ഹൻദലയുടെ കാര്യമല്ല, എൻ്റെ കാര്യമാണ്. ഹൻദല പറഞ്ഞു, ശരിയാണ്, എൻ്റെ അവസ്ഥയും അത് തന്നെയല്ലേ. പിന്നെ രണ്ടുപേരും കൂടെയാണ് ഇലാ ഹളറത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ്. നിബിഡമായ സദസ്സിൽ ചെന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് മഹാനായ ഹൻദല റളിയല്ലാഹു അൻഹു പറയുന്നു, നാഫഖ ഹൻദലത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ ഹൻദല മുനാഫിഖായി പോയിരിക്കുന്നു. സഹാബികളാകെ എന്തായി പറയുന്നെന്ന് അറിയാതെ അമ്പരന്ന് പോയി. അവർ ഹൻദലയുടെ മുഖത്തേക്ക് നോക്കി, പടച്ചവനെ, നമ്മളെ ഹൻദലല്ലേ ഇത്? എന്ത് പറ്റി ഹൻദലക്ക്? നിഫാഖ് ഹൻദലയിലുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ശാന്തനായി ചോദിച്ചു, ഹൻദല, എന്താണ് നീ പറയുന്നത്?
എന്താ അതിൻ്റെ അർത്ഥം? ഹൻദലത്ത് വിശദീകരിച്ചു, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, അങ്ങയുടെ അനുഗ്രഹീതമായ ഈ മജ്ലിസിൽ ഞങ്ങൾ അങ്ങയുടെ ഉപദേശം കേൾക്കാറുണ്ട്, നസീഹത്ത് കേൾക്കാറുണ്ട്. അങ്ങ് ഞങ്ങളോട് സതുപദേശം ചെയ്യുമ്പോൾ, അങ്ങ് ഞങ്ങളോട് പരലോക ജീവിതത്തെക്കുറിച്ച്, ആഖിറത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ ഹൃദയം പേടിച്ച് വിറക്കാറുണ്ട് റസൂലേ. അങ്ങ് അല്ലാഹുവിൻ്റെ ആയാത്തുകൾ ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങളുടെ ഹൃദയം കിടുകിടുത്തു പോകാറുണ്ട് റസൂലേ. അങ്ങ് മുഅ്മിനീങ്ങൾക്ക് ലഭിക്കാവുന്ന പരലോകത്തെ സ്വർഗീയ ജീവിതം പറയുമ്പോൾ ഞങ്ങൾ ഹർഷപുളകിതരാകാറുണ്ട് റസൂലേ. അങ്ങ് ഞങ്ങളോട് ഞങ്ങളുടെ ജീവിത പാതകൾ പഠിപ്പിച്ചു തരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് അനുധാവനം ചെയ്യാനും ഒരിഞ്ചതിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാനും ഞങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്യാറുണ്ട് റസൂലേ. പക്ഷേ മസ്ജിദുൻ നബവിയുടെ കവാടം കടന്ന് ഞങ്ങൾ പുറത്തു പോയാൽ, ഞങ്ങളുടെ വീട്ടിലെത്തിയാൽ, ഞങ്ങളുടെ അങ്ങാടികളിൽ ചെന്നാൽ, ഞങ്ങളുടെ സമൂഹത്തിൽ ചെന്നാൽ ഞങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മയില്ല നബിയേ. അങ്ങയുടെ സതുപദേശങ്ങൾ ഞങ്ങൾ മറന്നുപോകുന്നു റസൂലേ. ഇത് നിഫാഖ് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയായൊരു മുഅ്മിനിൽ അത് സംഭവിക്കില്ലല്ലോ. ഇത് കാപഢ്യമാണോ എന്ന് ഞാൻ പേടിക്കുന്നു. അതാണ് ഞാൻ അങ്ങയോട് ശികായത്ത് പറയുന്നത്. നാഫഖ ഹൻദലത്തു യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂൽ ഒന്നും പറഞ്ഞില്ല, ഒരക്ഷരം പറഞ്ഞില്ല. ഇങ്ങനെ തല താഴ്ത്തിയിരുന്നു. എല്ലാവരും നിശബ്ദരായിട്ട്, ഒരു സൂചി താഴെ വീണാൽ കേൾക്കാവുന്ന വിധം നിശബ്ദരായി അവർ നോക്കി നിൽക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഉറ്റു നോക്കുകയാണ്. എന്തായിരിക്കും അവിടുന്ന് പറയാം, എന്തായിരിക്കും അവിടുന്ന് മറുപടി പറയാം. കുറേ സമയം അങ്ങനെ ഇരുന്നു. ആ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ പൊടിയുന്നത് അവർ കണ്ടു. അവർക്ക് മനസ്സിലായി റസൂലുള്ളാഹിക്ക് സന്ദേശം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അവസാനം അവിടുന്ന് തല ഉയർത്തി അവിടുന്ന് പറഞ്ഞു തുടങ്ങി, സ്വഹാബികളെ, ഹൻദല പറയുന്നതിൽ കാര്യമുണ്ട്, ഹൻദല പറയുന്നത് ശരിയാണ്. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ, അത് നിങ്ങൾ അതേപടി നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ചന്തകളിൽ, നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ, നിങ്ങളുടെ സാമൂഹികമായ ഇടപെടലുകളിൽ, നിങ്ങൾ പോകുന്നിടത്തൊക്കെ അത് നിങ്ങൾ അനുധാവനം ചെയ്താൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന് നിങ്ങളെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുമായിരുന്നു സഹാബികളെ. അതായത് മലക്കുകളെക്കാൾ ഉയർന്ന പദവി നിങ്ങൾക്ക് കിട്ടും. അവരിങ്ങോട്ട് വരും നിങ്ങളെ സ്വീകരിക്കാൻ, നിങ്ങളെ ബഹുമാനിക്കാൻ. പക്ഷേ എന്ത് ചെയ്യാനാണ്? യൗമുൻ കദാ വയൗമുൻ കദാ. ഒരു ദിവസങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും, പിറ്റേന്ന് തലീന്ന് പോവും. ഒരു കുറച്ച് ടൈമൊക്കെ ഉണ്ടാവും. ഇപ്പം ഈ വയല് കേട്ട് പോയാൽ കുറച്ച് ടൈം അതുണ്ടാവും. പക്ഷെ അത് പോയി കുറച്ച് കഴിഞ്ഞാൽ പോവില്ലേ, തലീന്ന് പോകുമല്ലോ. അത് എത്ര എളുപ്പമുണ്ട് അറിയോ. ഞാൻ സാധാരണ എൻ്റെ വയലിലൊന്നും വയലിൻ്റെ ശേഷം ഒരു ലേലം വിളിയോ അല്ലെങ്കിൽ വേറെ പരിപാടിയോ ഒന്നും സമ്മതിക്കാറില്ല. കാരണം എനിക്കറിയാം 2 മണിക്കൂർ നമ്മൾ അധ്വാനിച്ചത് 10 മിനിറ്റ് ലേലം വിളി കൊണ്ട് ഭാഗത്തിലേക്ക് പോകും. തലയിൽ അത്രയും പോയിട്ടുണ്ടാവും, ഒരു സംഗതിയും തലയിൽ ഉണ്ടാവില്ല. അത്ര എളുപ്പമാണ് ഇതിന് തലയിൽ നിന്ന് പോകാൻ. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇത് എളുപ്പത്തിൽ മനസ്സൊന്ന് പോകും. കേൾക്കുമ്പോൾ വലിയ ഭക്തിയൊക്കെ ഉണ്ടാവും നമുക്ക്. പക്ഷെ പൊരയിലെത്തിയാൽ അത് പോയില്ലേ, എല്ലാം മറന്നുപോയില്ലേ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എന്താണ് ഇതിൻ്റെ കാരണം? ദുന്യാവാണ്. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെ സമ്മതിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഉപദേശം നിങ്ങൾ കേട്ടാൽ, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിനോട് ഭക്തി തോന്നും, അനുസരിക്കണമെന്ന് തോന്നും. പക്ഷേ പുറത്തു പോയാൽ നിങ്ങളുടെ ഭാര്യ സമ്മതിക്കൂല, നിങ്ങളുടെ മക്കൾ നിങ്ങളെ സമ്മതിക്കില്ല, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ സമ്മതിക്കില്ല. സമ്മർദ്ദങ്ങളാണ്, നാനാഭാഗത്തു നിന്ന് സമ്മർദ്ദങ്ങൾ. എത്ര മനുഷ്യരെ മാതാപിതാക്കൾ നശിപ്പിച്ചിട്ടുണ്ട്, മാതാപിതാക്കൾ കേടുവരുത്തിയവരില്ലേ. സമ്മർദ്ദങ്ങൾ റസൂലുള്ള പറഞ്ഞതാണ്. ഈമാനായിട്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും. നിങ്ങൾ പൊരയുന്നു കുന്നുകളിലേക്ക്, വേട്ടക്കാരനെ പേടിച്ച് ഒരു കുന്നിൽ നിന്ന് മറ്റൊരു കുന്നിലേക്ക്, അവിടെ നിന്ന് അടുത്ത കുന്നിലേക്ക് ഓടി രക്ഷപ്പെടുന്ന കുറുനരിയെ പോലെ
നിങ്ങളുടെ ഈമാനുമായി നിങ്ങൾ മലമ്പ്രദേശങ്ങളിലേക്ക് ഓടിപ്പോകേണ്ട ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരുമെന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, റസൂലേ എന്താണ് അതിന്റെ കാരണം? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹലാഖുർ റജുലി മിൻ വാലിദൈ. ഒരു മനുഷ്യന്റെ ഹലാക്ക് എന്ന അവന്റെ മാതാപിതാക്കളെ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവന്റെ ഭാര്യയെ കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ മക്കളെ കൊണ്ട്. ഗൾഫ് നാടുകളിലൊക്കെ പോകുന്ന ഞങ്ങൾക്കൊക്കെ അറിയാം, അവിടെയുള്ള മുഅ്മിനീങ്ങൾ എത്രയോ സാധുക്കളായ ആളുകൾ വീട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ട് കുറ്റവാളികളാകേണ്ടി വന്നിട്ടുണ്ട്, ഭാര്യയുടെ സമ്മർദ്ദം കൊണ്ട് കുറ്റവാളികളാകേണ്ടി വന്നിട്ടുണ്ട്, മക്കളുടെ സമ്മർദ്ദം കൊണ്ട് കുറ്റവാളികളാകേണ്ടി വന്നിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ജയിലിൽ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ എനിക്കറിയാം. അവൻ ജയിലിലാണ്, എന്നാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞൂടെ ചിലപ്പോൾ തലവെട്ടി പോകുന്ന ഇടയുണ്ട്. അവൻ ചെയ്ത കുറ്റം സൗദി അറേബ്യയിലേക്ക് മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുപോയതാണ്. ആ ചെറുപ്പക്കാരൻ ഒരു കുറ്റവാളിയായിട്ട് മയക്കുമരുന്ന് കടത്തിയവനല്ല, അവൻ അതിന്റെ ബിസിനസ്സുകാരനല്ല, അവനൊരു മദ്യപാനിയല്ല, ഒരു ചൂതാട്ടക്കാരനല്ല, ഒരു തിന്മയുമുള്ള മനുഷ്യനല്ല, ഒരു ശുദ്ധ പാപമാണ്. പക്ഷേ അവന്റെ വീട്ടുകാരുടെ നിർബന്ധം എന്താണ്? 2-3 പെങ്ങന്മാരെ കെട്ടിക്കാൻ നിൽക്കുകയാണ്, 2-3 പെൺകുട്ടികളെ കെട്ടിക്കാൻ നിൽക്കുകയാണ്. ഈ പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണ്ടേ? എന്തു ചെയ്യണം? പണമില്ല, വീട്ടുകാരുടെ കയ്യിൽ പണമില്ല. കാരണം ഒരു പുതിയാപ്പള അന്വേഷിച്ചു വന്നാൽ അവരുടെ കുടുംബത്തിന് ഇവർ കൊടുക്കേണ്ടത് ലക്ഷക്കണക്കിന് രൂപയാണ്, 50-100 പവനുകളാണ്. ഈ പെൺകുട്ടികൾക്ക് ജീവിതം വേണ്ടേ? 2-3 പുരനിറഞ്ഞ് 20-25 വയസ്സുള്ള പെൺകുട്ടികൾ വീട്ടിലുള്ള ഒരു മാതാപിതാക്കളുടെ ഹൃദയത്തിന്റെ വേദന ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ആ ഉമ്മയും ബാപ്പയുമാണ് ഈ ചെറുപ്പക്കാരനെ നിർബന്ധിച്ചത്. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി കൊണ്ടുപോകാൻ, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ. അവർക്ക് വേറെ യാതൊരു ചിന്തയില്ല, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം. അങ്ങനെയാണ് അവൻ ഒരു മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തുന്ന കമ്പനിയുടെ കാരിയർ ആകുന്നത്. അവന്റെ ഉള്ളിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് എന്റെ പങ്ങളെ കല്യാണം കഴിച്ചു വിടണം. നിങ്ങൾ ഓർക്കണം, ആ ചെറുപ്പക്കാരനെ കുറ്റവാളിയാക്കിയതും സൗദി അറേബ്യയിലെ ജയിലിൽ എത്തിച്ചതും അവന്റെ മാതാപിതാക്കളാണ്, അല്ലേ? അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടല്ലേ ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ അതിന് പോകേണ്ടി വന്നത്. ഗൾഫ് നാടുകളിൽ കൃത്രിമമായി കച്ചവടം ചെയ്ത് കള്ളത്തരത്തിൽ പണമുണ്ടാക്കാൻ ശ്രമിച്ച് ജയിലിലായി പോയ ചെറുപ്പക്കാരെ എനിക്കറിയാം. എന്താ കാരണം അറിയോ? ഭാര്യമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട്. അവരുടെ വീടുകളിൽ നടക്കുന്ന ആചാരങ്ങൾക്കും മാമൂലുകൾക്കും പണം കണ്ടെത്താൻ അവന്റെ ഭാര്യ അവളുടെ അഭിമാനം നേടാനും മാനം നേടാനും വേണ്ടി ഭർത്താവിനെ വിളിച്ചിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി അയക്ക് എന്ന് നിർബന്ധിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ അത് പറ്റില്ല, ഉള്ളത് ചെയ്താൽ മതി എന്ന് പറയാൻ തന്റെ ഇടമില്ലാത്ത ചെറുപ്പക്കാരൻ ഈ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി കൃത്രിമമായ മാർഗത്തിലൂടെ പണമുണ്ടാക്കാൻ ശ്രമിച്ച് അവസാനം ജയിലിലായി പോയ കഥ കണ്ണുകൊണ്ട് കണ്ടവനാണ് ഞാൻ. റസൂലുള്ളാഹി പറഞ്ഞ ഹക്കല്ലേ? ഒരു മനുഷ്യനെ കുറ്റവാളിയാക്കുന്നത് അവന്റെ ഹലാക്ക് അവന്റെ ഭാര്യയെ കൊണ്ടാണ്, അവന്റെ മാതാപിതാക്കളെ കൊണ്ടാണ്, മക്കളെ കൊണ്ടാണ്. മക്കൾ നിർബന്ധിക്കുന്നില്ലേ? ഗൾഫിലുള്ള വാപ്പാനെ കൊണ്ട്. ഇവർക്ക് മുഴുവനും പറയാനുള്ള ഒറ്റ കാര്യമാണ്, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി അയക്കും. ഇവിടെ ആവശ്യങ്ങൾ വരാണ്, ആവശ്യങ്ങൾ വരുമ്പോൾ അവർ വിളിക്കും. അപ്പൊ അവൻ പറയും എനിക്ക് നിർവാഹമില്ല, ഇഖാമ പുതുക്കാനുണ്ട്, അല്ലെങ്കിൽ വിസന്റെ കടം തന്നെ തീർന്നിട്ടില്ല. അതൊന്നും ഇവിടെ കേൾക്കാൻ താല്പര്യമില്ല, അതൊന്നും വിഷയമല്ല. ഇവർക്ക് ഒറ്റ ആവശ്യമുള്ളൂ, എങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് അയക്കണം, കാശുണ്ടാക്കി അയക്കണം. ഇന്നത്തെ ജീവിത ദുന്യാവാണിത്. 1-2 ഒറ്റപ്പെട്ട കേസൊന്നുമല്ല. നിങ്ങൾ ആരെങ്കിലും ഗൾഫ് നാടുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ദുരിതമനുഭവിക്കുന്ന 10,000-കണക്കായ പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരുടെ ജീവിതാനുഭവമാണിത്. അവർ മുഴുവനും വലിയ സമ്മർദ്ദങ്ങളിലാണ്. എല്ലാ ആളുകളും നിങ്ങളുടെ നാട്ടിലൊന്ന് അന്വേഷിച്ച് നോക്ക്. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഗൾഫ് പോയ ചെറുപ്പക്കാരിൽ 80% ഈ സമ്മർദ്ദം അനുഭവിക്കുന്നവരല്ലേ? ഇവിടുന്നുള്ള വിളി വരുന്നവരല്ലേ? കഷ്ടകാലത്തിന് ഗൾഫ് പോയാൽ കുടുങ്ങിയവൻ. അതോടുകൂടി ആ പൊരയിലും അവന്റെ കുടുംബത്തിലുണ്ടാകുന്ന സകല മാമൂലുകൾക്കും പണമുണ്ടാക്കേണ്ട ബാധ്യത ഇവനായില്ലേ? അത് ആവശ്യം അനാവശ്യം ഒന്നും നോക്കിയിട്ടല്ല. 2 ലക്ഷം ഉറുപ്പിക കടക്കാരനായ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ എന്റെ 2 കൊല്ലത്തെ അധ്വാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് ഇവന് സൗദി അറേബ്യയിൽ ഇപ്പോൾ ഭയങ്കര കള്ളത്തരാണ് ഇഷ്ടം പോലെ. അപ്പോൾ ക്യാഷേറ്റ് പോയാൽ തട്ടിപ്പറിക്കും, മൊബൈലേറ്റ് റോട്ടിൽ കൂടെ നടന്നാൽ തട്ടിപ്പറിക്കും. എല്ലാവരും പറയണം സൂക്ഷിക്കണം കേട്ടോ. മൊബൈലേറ്റ് നമ്മുടെ നാട്ടിൽ സുഖമായിട്ട് ഇങ്ങനെ ഫോൺ ചെയ്ത് നടന്നു പോകുന്നുണ്ടല്ലോ, ഇത് അവിടെ പറ്റൂല. ഫോൺ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകും. ചെക്കന്മാര്, അറബി ചെക്കന്മാർ. അപ്പോൾ ഇത്രയും വലിയ കുറ്റവാളികളും കള്ളന്മാർക്കുള്ളായതുകൊണ്ട് ഈ കാശ് 2 കൊല്ലത്തവൻ്റെ അധ്വാനിച്ച പൈസ പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. അവൻ പറഞ്ഞത് വരാനിരിക്കുന്ന 2 കൊല്ലത്തിൻ്റെ അധ്വാനം നഷ്ടപ്പെട്ടു എന്നാണ്.
അപ്പം എന്താ സംഭവം എന്ന് അന്വേഷിച്ചപ്പോഴാണ് അവൻ പറഞ്ഞു. അവൻ വന്നിട്ട് അവൻ്റെ വിസയുടെ കടം വീടിയിട്ടില്ല, അവന്റെ കഷ്ടപ്പാടുകൾ തീർന്നിട്ടില്ല. ഇനിയിപ്പോ ഇഖാമ പുതുക്കാനുണ്ട്, തനാസുൽ ചെയ്യാനുണ്ട്, ഇതിനൊക്കെ എത്രയോ റിയാലുകൾ വേണം. അപ്പോഴാണ് വീട്ടിൽ നിന്ന് വിളി വരുന്നത്. എന്താണ്? ആദ്യം വാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, വലിയ താത്താന്റെ കുടിയിരിക്കലുണ്ട്, ഒരു 2 ലക്ഷം റുപ്യ അയച്ചുകൊണ്ടാണ്. ഇവനോടായി പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ വാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ മനസ്സ്. വാപ്പ വിളിച്ചപ്പോ ഇവൻ കാര്യം പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയില്ല, 10 പൈസന്റെ കയ്യിലില്ല, എനിക്ക് ചെലവിനുള്ള കാശ് അധ്വാനിച്ചിട്ട് കിട്ടുന്നില്ല, അതിന്റെ പുറമെ പഴയ കടങ്ങളുണ്ട്. വാപ്പ പിന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഉമ്മ സമ്മതിക്കോ? ഉമ്മ ഉടനെ എടുത്തിട്ട് വിളിച്ചില്ലേ, നീ എന്താ വിചാരിച്ചിട്ടുള്ളത്, മനുഷ്യനെ ഇവിടെ തല ഉയർത്തി നടക്കണ്ടേ, 2 ലക്ഷം റുപ്യ അയച്ചുകൊണ്ടാണ്. ഇങ്ങോട്ട് പറയുന്നൊന്നും ഉമ്മ കേൾക്കുന്നില്ല. അവസാനം അവന്റെ കയ്യിൽ നിന്ന് കിട്ടാതെ വന്നപ്പോ പിന്നെ അവന്റെ പെങ്ങളെ തന്നെ നേരെ വിളിച്ചിട്ട് ഒരൊറ്റ കരച്ചിലാണ്. 2 ലക്ഷം റുപ്യ അയച്ചരണം, ഫർണിച്ചർ ഇല്ലാതെ കുടിയിരിക്കലിന് പോകാൻ പറ്റില്ല, എനിക്ക് ആ പെരിയിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വരും. ഒരു സമൂഹത്തിന്റെ മനോഭാവമാണിത്. എങ്ങനെയാണ് നമ്മൾക്കൊക്കെ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റുക ഈ ദുനിയാവിൽ? എന്നിട്ട് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ 2 ലക്ഷം രൂപ കടം വാങ്ങിയിട്ട് പെങ്ങളുടെ കുടിയിരിക്കലിന് അയച്ചു കൊടുക്കാണ്. ഒരു ഹക്കും ഒരു ബാധ്യത ഇല്ലാത്ത വിഷയം. ഇവന്റെ സ്വന്തം ഭാര്യയും കുട്ടികളും ആ പരയിലുണ്ട്, അവർക്കൊരു വീട് വരെ ഉണ്ടായിട്ടില്ല. എന്നിട്ടാണ് പെങ്ങളെ വീട്ടിലേക്ക് 2 ലക്ഷം റുപ്യന്റെ സാധനം കൊണ്ടുപോയി കൊടുക്കേണ്ടി വന്നത്. ഇവന്റെ ഭാര്യയും കുട്ടികളില്ല, അവർക്ക് മര്യാദക്ക് ആഹാരം കൊടുക്കാനുള്ള വക ഈ ചങ്ങാതിന്റെ കയ്യിലുണ്ടോ? അതില്ലാത്തവനോടാണ് അവന്റെ ഉമ്മ നിർബന്ധിക്കുന്നത്, വാപ്പ നിർബന്ധിക്കുന്നത്, പെങ്ങൾ നിർബന്ധിക്കുന്നത്. എന്താ അവരുടെ ആവശ്യം? കാശില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ഇവിടെ അറിയണ്ട, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി അയച്ചു തരാൻ. സുബ്ഹാനല്ലാഹ്. സഹാബിയകളുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പട്ടിണിക്ക് മേൽ പട്ടിണി കിടക്കുന്ന സമയത്തും ഒരു ജോലി തേടി ഇറങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരനോട് അവന്റെ ഭാര്യമാർ പറയാറുണ്ടായിരുന്നത്, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബിയാത്തുകളായ പെണ്ണുങ്ങളാണ്. അവർ പറയാറുണ്ടായിരുന്നത് ഭർത്താക്കന്മാരോട്, നിങ്ങൾ ജോലിക്ക് പോയാൽ ഹലാലായി വല്ലതും ലഭിച്ചെങ്കിലല്ലാതെ നിങ്ങൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. എങ്ങനെയെങ്കിലും എടുത്തു സമ്പാദിച്ചു കൊണ്ടുപോകാന്നല്ല അവർ പറഞ്ഞത്. നിങ്ങൾ എങ്ങനെയെങ്കിലും സമ്പാദിക്കണ്ട, ഹലാലായി നിങ്ങൾക്ക് ബോധ്യമുള്ളത് ലഭിച്ചാൽ മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരാവൂ. എന്തുകൊണ്ടെന്നാൽ ഇന്നാ നസ്ബിറു അലൽ ജൂഅ് വ ഇന്നാ ലാ നസ്ബിറു അലന്നാർ. ഞങ്ങൾ വിശപ്പ് സഹിച്ചു കൊള്ളാം, നരകം സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ ആ സ്ത്രീകൾക്ക് പോലും ഉണ്ടായിരുന്ന ഈമാനാണ്, ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വിശ്വാസമാണ്. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ സഹോദരിമാർ വിളിച്ചു പറയുന്നത് ഹലാല് കൊണ്ടുവരണമെന്നല്ല, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയിട്ട് അയക്ക്, ഞങ്ങളുടെ അഭിമാനം നേടാൻ. എന്നിട്ട് ഇവർക്ക് അഭിമാനമുണ്ടോ? അഭിമാനം നഷ്ടപ്പെടുകയും ചെയ്യും. ആ ചെറുപ്പക്കാരന്റെ ഈമാനും നഷ്ടപ്പെടും, അവന്റെ തഖ്വയും നഷ്ടപ്പെടും. എങ്ങനെയെങ്കിലും ഹറാമായിട്ട് അവൻ സമ്പാദിക്കാൻ നിർബന്ധിതനാവുകയാണ്. പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ദുന്യാവാണ്. ആർക്കും ഇത് കിട്ടിയിട്ട് മതിയായിട്ടില്ല. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടുണ്ട് ദുന്യാവിനെ കുറിച്ച്, വമൻ യദ്ഖിദ്ദുന്യാ ഫഇന്നി തഇംതുഹാ ومن يذق الدنيا فإني طعمتها وسيق إلينا عذبها وعذابها فما هي إلا جيفة مستحيلة عليها كلاب حمهن اجتذابها فإن تجتنبها كنت سلما لأهلها وإن تجتذبها نازعتك كلابها فطوبى لنفس أولعت قعر دارها مغلقة الأبواب مرخى حجابها. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വമൻ യദ്ഖി ദുന്യാ ഫഇന്നി തഇംതുഹാ. ചങ്ങാതിമാരെ, നിങ്ങൾ ദുന്യാവിനെ പറ്റിയാണോ ഇപ്പൊ എന്നോട് പറഞ്ഞു തരുന്നത്? ചില ആളുകൾ നമ്മളെ വല്ലാതെ ഉപദേശിച്ച് കളയും. ചിലപ്പോൾ നീ എന്താ അങ്ങനെ പോയത്തക്കാരനായി നടക്കുന്നത്, അവിടെ ആ സാധ്യത ഉണ്ട്, ഇവിടെ ഈ ബിസിനസ് ഉണ്ട്, ഇപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉണ്ട്. പ്രലോഭനങ്ങളാണ്.
ഇങ്ങനെയൊക്കെ ഈ ചെറിയ കച്ചവടമൊക്കെ ഇരുന്നിട്ട് എന്താ ചങ്ങാതി കിട്ടുക? നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങുക. എനിക്കറിയാം എന്താ അതിൻ്റെ പ്രോഫിറ്റ്. ചിലർ പ്രേരിപ്പിക്കുകയാണ്, നീ ഇങ്ങനെ കച്ചവടം ചെയ്ത് നാരങ്ങ വെള്ളം കലക്കിയിട്ടിരുന്നോ, ഷെയർ മാർക്കറ്റിൽ ഇടടോ കാശ്. പെണ്ണുങ്ങളെ പണ്ടൊക്കെ വിറ്റിട്ട് അവളുടെ വാപ്പാൻ്റെ അവകാശം കിട്ടിയതൊക്കെ കൊണ്ടുപോയിട്ട് ഷെയർ മതി. എന്താ ഷെയർ മാർക്കറ്റ്? എനിക്കറിയാം എൻ്റെ ബിസിനസ്. പ്രേരിപ്പിക്കുകയാണ് നമ്മളെ ലാഭം കിട്ടാൻ, സാധ്യതകൾ അല്ലേ. നമുക്കൊന്നും തിരിയാത്ത ബിസിനസ് പുതിയത് കൊണ്ടുവന്നേ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് എങ്ങനെയെങ്കിലും നന്നായിട്ട് ഉഷാറായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവർ ഉപദേശിച്ചു തരികയാണ്. ഇങ്ങനെ ഷാഫി ഇമാമിന് ചെന്നിട്ട് ആരോ ഉപദേശിച്ചു കൊടുത്താണ്. മൂപ്പര് പറഞ്ഞ്, ചങ്ങാതിമാരെ നിങ്ങൾ ദുന്യാവിനെ ഇപ്പം എനിക്ക് പഠിപ്പിച്ചു തരുന്നത്. വമൻ യദുഖി ദുന്യാ ഫഇന്നി തഅൻതു. ഞങ്ങളൊക്കെ ആ ദുന്യാവിൽ നാവുമിൽ വെച്ച് നോക്കിയിട്ടുള്ളൂ, ഞാനത് തിന്നോക്കിയ ആളാണ്. എന്നോട് അതിനെപ്പറ്റി പറയേണ്ട. നിങ്ങളൊക്കെ അത് വെറുതെ നാവിലിങ്ങനെ വെച്ച് രുചിച്ചിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ചെറിയൊരു രസം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് നാവുമില്ലേ, നിങ്ങൾക്ക് കേൾക്കണോ? ഞാനേ അത് തിന്നോക്കിയ ആളാണ്. എൻ്റെ അത്ര പെങ്ങൾക്ക് ദുന്യാവിനെ പറ്റി അറിയില്ലല്ലോ. അതിൻ്റെ എല്ലാ മാധുര്യങ്ങളും അതിൻ്റെ എല്ലാ ദുരിതങ്ങളും എനിക്ക് വന്നിട്ടുണ്ട്. രണ്ടും അനുഭവിച്ചവനാണ് ഞാൻ. അതിൻ്റെ എല്ലാ സുഖങ്ങളും അതിൻ്റെ ദുഃഖങ്ങളും ആസ്വദിച്ചവനാണ് ഞാൻ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഒരു പണ്ഡിതൻ, ഇമാം ഷാഫിയെ പോലത്തെ ഒരു പണ്ഡിതൻ ഉണ്ടോ അനുഭവിക്കും. കാരണം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ അവർ ദരിദ്രന്മാരാണ്, അനാഥരാണ്, കഷ്ടപ്പാടുകൾക്ക് മേൽ കഷ്ടപ്പാട് അനുഭവിക്കും. പിന്നെ വലിയ ആളുകളൊക്കെ ആകുമ്പോൾ ജനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കൂലേ, ദുന്യാവൊന്നായിട്ട് കൊണ്ടുവന്നിട്ട് തലയിലിട്ട് കൊടുക്കൂലേ, സമൃദ്ധി വരൂലേ. പണ്ഡിതന്മാർക്ക് അങ്ങനെയൊന്നുണ്ട്. നല്ല പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുടുങ്ങിപ്പോകും. കാരണം ജനങ്ങളെല്ലാം കൂടി ബഹുമാനിച്ചിട്ടും സമ്മാനങ്ങൾ നൽകിയിട്ടും പണം കൊടുത്തിട്ടും അവര് ജനങ്ങൾ വല്ലാതെ ആദരിച്ചു കളയും. നല്ല സമൃദ്ധി കിട്ടുമല്ലോ. നല്ല കഷ്ടപ്പെട്ടായിരിക്കും ഒരു കാലത്ത് കഴിഞ്ഞു കൂടിയിട്ടുണ്ടാവില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നല്ല സമൃദ്ധികൾ വരും. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനിക്ക് അങ്ങനെ ഉണ്ടായില്ലേ? ഒരു കാലത്ത് വളരെ കഷ്ടപ്പെട്ട ആളാണ്. പിന്നെ സമൃദ്ധി വന്നപ്പോൾ മൂപ്പര് പേടിച്ചിട്ട് ഇതെന്നെ വഴിതെറ്റിക്കുന്ന മനസ്സിലാക്കി എല്ലാം ഉപേക്ഷിച്ചിട്ട് അലയാൻ പോയി. പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ സമൃദ്ധി വന്നപ്പോൾ മൂപ്പർക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? അപ്പോൾ സമൃദ്ധി വന്നാലും പിടിച്ചു നിൽക്കേണ്ടത് എങ്ങനെയാണ് മൂപ്പര് പഠിച്ചിട്ടുണ്ട് അപ്പോഴേക്ക്. അതാണ് എൻ്റെ അവസ്ഥ. ഏറ്റവും നല്ല സമൃദ്ധി വരും. നല്ല ഒരു ആലിമൊക്കെ ആണെങ്കിൽ, പണ്ഡിതാണ്, കാരണം ജനങ്ങൾ ആദരിക്കും. അത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഇക്റാമാണ്, ബഹുമാനാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങൾ ബഹുമാനിക്കും. അല്ലാഹു തആല സ്വീകാര്യത നൽകിയ ആളുകൾക്ക്, ഖബൂലിയത്ത് നൽകിയ ആളുകളെ ജനങ്ങൾ ബഹുമാനിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ ഖുർആനിലും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും അല്ലാഹുവിനെ നിഷ്കളങ്കമായിട്ട് വഴിപ്പെട്ടാൽ ഫയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ, ജനങ്ങളുടെ ഖൽബിൽ അവരോട് അല്ലാഹു തആല സ്നേഹം ഇട്ട് കൊടുക്കും, സ്വീകാര്യത കിട്ടും അവർക്ക്. അപ്പം ജനങ്ങൾ എന്ത് ചെയ്യും? ഇഷ്ടംപോലെ അവർ ചോദിക്കാതെ കാശ് കൊണ്ടുപോയി കൊടുക്കും, അവർ ചോദിക്കാതെ വസ്ത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കും, അവർ ചോദിക്കാതെ തന്നെ എല്ലാം കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയാണ് ഉണ്ടാവുക. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ. പണ്ടൊരു ആശാരി പറഞ്ഞത്ര, പഴയ കാലത്തൊക്കെ ഈ ആശാരിമാർ പൊരിയിൽ വന്നിട്ട് പണിയെടുക്കാറുള്ളൂ. ഒരു പെർപ്പണി പറഞ്ഞാൽ ഒരു ആശാരിക്ക് ഒരു മാസത്തെ പണി അവിടെ പരിയില്ലോ. പിന്നെ അടുത്ത പെർപ്പണിക്ക് അവനും പരിവാരെല്ലാം കൂടി ഉള്ളിയും സാധനവും ചാക്കിട്ടിട്ട് അടുത്ത പരി പോകലാണ്. അപ്പോൾ ഈ വീട്ടിൽ പോയിട്ട് ജോലി ചെയ്യുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഒരു ആശാരി പറഞ്ഞേ, അടുത്ത ജന്മത്തിലെങ്ങാനും ഉണ്ടാകുകയാണെങ്കിൽ ഒരു മുസ്ലിയാരാപ്പിളായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ആശാരിക്ക് ഏത് പരി ചെന്നാലും ആഴ്ചയിൽ ഒരു ദിവസം നല്ല ചോറ് കിട്ടും. അപ്പോൾ ഇയാൾ അന്വേഷിക്കും, എന്താ ഇന്ന് നല്ല ചോറ്? അന്ന് ഉസ്താദിൻ്റെ ചിലവാണെന്ന് പറയും. അപ്പോൾ അവന് മനസ്സിലായി, ഉസ്താദിന് ചിലവുള്ളതാണ് ഒരു പെരിയിൽ ഏറ്റവും നല്ല ആഹാരം ഉണ്ടാക്കുന്നത്. പക്ഷെ ഉസ്താദിന് എന്നും ചിലവേനല്ലേ, എന്നും നല്ല ആഹാരം കിട്ടും. അപ്പോൾ ജനങ്ങൾക്ക് ഉസ്താദിനോടുള്ള സ്നേഹം കൊണ്ട് എന്നും ഏറ്റവും നല്ല മുന്തിയ ഭക്ഷണം നാട്ടിൽ കഴിക്കൽ പള്ളിയിൽ ഉസ്താദായിരിക്കും. അപ്പോൾ ആശാരി വിചാരിച്ച അടുത്ത ജന്മത്തിൽ ഇനി ആശാരിയായിട്ട് ജനിക്കേണ്ട, ഉസ്താദായിട്ട് ജനിച്ചാൽ മതി. പറഞ്ഞിട്ട് കാര്യമില്ല, ആളുകളുടെ സ്നേഹമാണത്, ഹുബ്ബാണ്, അവർക്ക് ആ ഖൽബിൽ ഉള്ള ബഹുമാനം. അതാണ് ഇമാം ഷാഫി പറഞ്ഞത്, ഞാൻ അതിൻ്റെ എല്ലാ സുഖവും ആസ്വദിച്ചിട്ടുണ്ട്, അതിൻ്റെ കഷ്ടപ്പാടും അനുഭവിച്ചിട്ടുണ്ട്, രണ്ടും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ദുന്യാവിനെ പറ്റി എന്നോട് വല്ലാതെ പറഞ്ഞു തരണ്ടാണ്. ഞാനതിനെപ്പറ്റി അനുഭവിച്ചിട്ടുണ്ട് രണ്ടും. ദുന്യാവിൻ്റെ എല്ലാ സമൃദ്ധിയും ഐശ്വര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ അദാബും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഫലം ആറഹാ ഇല്ലാ ഗുറൂറൻ വബാത്തിലാ കമാലാഹ ഫീ ലഹ്രിൽ ഫലാത്തി സറാബുഹാ. ഞാൻ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, എത്ര പ്രത്യക്ഷമായിട്ടത് മനോഹരമാണെങ്കിലും ഉള്ളിൽ അത് ചതിയാണ്, വഞ്ചനയാണ്. യഥാർത്ഥത്തിൽ മരുപ്രദേശത്ത് കാണുന്ന കാനൽ ജലം പോലെയാണ്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്താൽ, നിങ്ങൾ കണ്ടിട്ട് ഹജ്ജിന് പോയ ആളുകൾക്കൊക്കെ അറിയാം, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള 400 ചില്ലാനും കിലോമീറ്റർ യാത്ര ചെയ്താൽ
അധിക സ്ഥലത്തും മരുഭൂമിയിൽ സ്ട്രൈറ്റായ റോഡാണ്. 10-15 കിലോമീറ്റർ സ്ട്രൈറ്റ് റോഡാണ്. അതിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാണും മുന്നിൽ നല്ല കൊടും വേനലായിരിക്കും, പക്ഷെ മുന്നിൽ ഇങ്ങനെ കാണും റോഡ് നിറയെ വെള്ളം. മുന്നിൽ പോകുന്ന വണ്ടി, കാറും ബസ്സൊക്കെ ടയറിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ തെറിക്കുന്നൊക്കെ കാണും. അവിടെ ചെന്ന് നോക്കുമ്പോൾ എവിടെ വെള്ളം? ഉണങ്ങിയ റോഡ്. അപ്പൊ തോന്നും അപ്പുറത്ത് മുന്നിലാണതുള്ളത്. പിന്നെ നമ്മൾ ഓടും. ആ വണ്ടി പോയ സ്ഥലത്ത്, വെള്ളം തെറിച്ച സ്ഥലത്ത് വന്നിട്ട് നോക്കും റോഡ് നനഞ്ഞിട്ടുണ്ടോന്ന്. റോഡ് നനഞ്ഞിട്ടില്ല. മരുഭൂമിയിലെ മരുഭൂതൃഷ്ണ എന്നതിന് പറയാം, കാനൽ ജലം. നമുക്ക് തോന്നും മരുഭൂമിയിലെ നല്ല സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ വെള്ളമാണ്. വെള്ളമല്ല അത്, ശരിക്ക് അതിൻ്റെ ഈ സൂര്യപ്രകാശത്തിന്റെ എന്താ പറയുക, സ്പെക്ട്രം, അതാണ് കാണുന്നത്. അത് റോട്ടിൽ മാത്രമല്ല, 2 സൈഡിലേക്ക് നോക്കിയാൽ വിദൂരതയിൽ മരങ്ങളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്നതായിട്ട് തോന്നും. ചെടികൾ, കുറ്റിച്ചെടികളൊക്കെ പകുതി വെള്ളത്തിൽ. ശരിക്കും ആ മരത്തിന്റെ പ്രതിബിംബം വരെ കാണും താഴെ. ഇങ്ങനെ വെള്ളക്കരയിൽ നമ്മൾ കാണൂലേ, അതുപോലെ കാണും. പക്ഷെ ഒരു സംഗതി ഉണ്ടാവില്ല. അതാണ് സറാബ്. മരുഭൂമിയിലെ സറാബ് പോലെയാണ് ദുന്യാവെന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്. കാണാൻ മാത്രമുള്ളതാണ്, യഥാർത്ഥത്തിൽ അതിന് യാഥാർത്ഥ്യങ്ങളില്ല. അത് വെറും വഞ്ചന മാത്രമാണ്. വമാഹിയ ഇല്ലാ ജീഫത്തുൻ മുസ്തഹീലത്തുൻ അലൈഹാ കിലാബുൻ ഹമ്മുഹുന്ന ജതിദാബുഹാ. ആ ദുന്യാവ് ചത്ത് ദുർഗന്ധം വമിക്കാവുന്ന വിധം അഴുകിപ്പോയ ജഡമല്ലാതെ മറ്റൊന്നുമല്ല. ഒരു ജഡമാണ്, ഒരു കഴുതയുടെ, അല്ലെങ്കിൽ ഒരു പട്ടിയുടെ, അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ജീവിയുടെ ജഡമാണ്. വെറും ജഡമല്ല, ചത്തുപോയ ജഡം. ചത്ത ജഡമല്ല, ജഡം മുസ്തഹീലത്ത്. ചത്ത് കുറെ ദിവസം കഴിഞ്ഞിട്ടുണ്ട്, അതിനൊരു രൂപമാറ്റം വരാൻ, അഴുകിയിട്ട്. അതാണ് മുസ്തഹീലത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ മുസ്തഹീലത്തായ അഴുകിപ്പോയ ജഡം മാത്രമാണത്. അലൈഹാ കിലാബുൻ ഹമ്മുഹുന്ന ജിത്തിദാബുഹാ. അതിന്റെ ചുറ്റുഭാഗത്തും കടിപിടി കൂടുന്നത് പട്ടികൾ മാത്രമാണ്. ബുദ്ധിയുള്ളവർ അതിന് പോകില്ല. അത് കടിപിടി കൂടാൻ പട്ടികളെ ഉണ്ടാവുള്ളൂ. ബുദ്ധിയുള്ള മനുഷ്യന്മാരത്തിന് കിട്ടൂല. അഴുകിയ ജഡമല്ലേ ഇത്. അതിനാൽ സ്വന്തം വീടിന്റെ ഇരുട്ടറക്കുള്ളിൽ മുന്നിൽ, വാതിലിന്റെ മുന്നിൽ വിരിതൂക്കിയിട്ട് വാതിലടച്ച് ജനങ്ങളുടെ ശല്യത്തിൽ നിന്ന് ഒഴിവായി അവനവന്റെ തടി നോക്കാൻ തയ്യാറായവർക്കാണ് സന്തോഷം. അല്ലാതെ അബദ്ധവശാൽ പോലും ഈ ശവത്തിന്റെ ചുറ്റുഭാഗത്തും കലവില കൂട്ടുന്ന പട്ടികളിൽ നിങ്ങൾ പെട്ടുപോകരുതെന്ന് മഹാനായ സയ്യിദുനാ വ ഇമാമുനാ മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു തആല തങ്ങൾ നമ്മളോട് ഉപദേശിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ കടിപിടി കൂടരുത്. എന്നിട്ട് നിങ്ങൾ സഹോദരങ്ങളെ കുറ്റവാളികളാക്കരുത്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ കുറ്റവാളികളാക്കരുത്. നിങ്ങളുടെ വാപ്പമാരെ നിങ്ങൾ കുറ്റവാളികളാക്കരുത്. അവരോട് ദുന്യാവിന് വേണ്ടി എങ്ങനെയെങ്കിലും വാരിക്കൊണ്ടുപോകാന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയിട്ട് അവരെ നിങ്ങൾ കുറ്റവാളികളാക്കി കളയരുതേ. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും അധികം ഭയപ്പെട്ടത് അതാണ്. ഉപദേശത്തെ കേൾക്കുമ്പോൾ തിരക്കിടില്ല, പക്ഷെ അത് 1-2 ദിവസം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാണ്ടൊരു കല്യാണം ഉണ്ടായാലും നമ്മളിതൊക്കെ മറക്കൂലേ? അപ്പൊ പറയില്ല അതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കൂല. വയറൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അതൊന്നും ഇപ്പൊ പറ്റൂല, പെരക്കാരത്തി സമ്മതിക്കൂല നിങ്ങൾ പറയില്ലേ? അല്ലെങ്കിൽ കുട്ടികൾ സമ്മതിക്കൂല എന്ന് നിങ്ങൾ പറയില്ലേ? തൻ്റെ ഇടം വേണം പിടിച്ചു നിൽക്കാൻ. ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതെനിക്ക് അല്ലാഹു തആല പൊരുത്തപ്പെട്ടതാണോ, അതല്ല ഇത് കുറ്റകരമാണോ, ഞാനിത് ചെയ്യേണ്ടതുണ്ടോ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ നല്ലവനാകാൻ ഇത് ആവശ്യമാണോ, അല്ല ജനങ്ങൾ ഇത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതില്ല. അത് മാത്രം ചിന്തിക്കുക. അതിൻ്റെ അപ്പുറം ഭാര്യമാർ പറഞ്ഞാൽ അത് തീരുമാനിക്കാൻ ഞാനാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ കുടുംബത്തിൻ്റെ രക്ഷിതാവാണ്, ഞാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാവില്ല. അല്ലെങ്കിൽ ഉമ്മു സലീമിനെ പോലത്തെ ഭാര്യമാരെ കിട്ടണം, അത് ഭാഗ്യമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു കിട്ടും, വളരെ അപൂർവമായിരിക്കുന്നു മാത്രം. ഉമ്മു സലീമിനെ പോലെ തൻ്റെ ഇടമുള്ള ഭാര്യമാർ ഭർത്താക്കന്മാരോട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറയാൻ, നിങ്ങളത് ചെയ്യേണ്ടതില്ല എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഭാര്യമാർ, അവരൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഏറ്റവും അമൂല്യമായ സമ്പത്ത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന സ്വാലിഹത്തായ സ്ത്രീയെ അവൻ്റെ ഭാര്യയായി കിട്ടലാണ്. അങ്ങനത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും അവരുടെ പിൻഗാമികളായ സ്ത്രീകളാണ് പണ്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ ദുന്യാവിൻ്റെ ആഡംബരങ്ങളിൽ നമ്മൾ ചതിക്കപ്പെട്ടു പോയിരിക്കുകയാണ്, വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഈ ജീവിതം നമുക്ക് ശാശ്വതമല്ല, അത് കുറച്ചു കഴിഞ്ഞാൽ പോവില്ലേ. നിങ്ങൾ 100 പവൻ സ്വർണത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നു. എന്തിനാണത്? നിങ്ങളുടെ തുടുത്തിരിക്കുന്ന, നിങ്ങളുടെ മനോഹരമായ കൈത്തണ്ടകളിൽ വളകൾ അണിയാനല്ലേ? നിങ്ങളുടെ തുടുത്തിരിക്കുന്ന മാറിടത്തിൽ ചെയിനുകൾ അണിയാനല്ലേ?
പക്ഷേ അത് അണിയാൻ വേണ്ടി ദരിദ്രനായ ഒരു പിതാവിനെ 100 പവന് വേണ്ടി നിർബന്ധിക്കുന്ന ഒരു മകൾ അല്ലെങ്കിൽ ഒരു ഭാര്യ ചിന്തിക്കുന്നുണ്ടോ എത്ര കാലം അവളുടെ കൈത്തണ്ടകൾ ഈ ജനങ്ങൾ ശ്രദ്ധിക്കുന്നു? ഈ കൈത്തണ്ടുണ്ടല്ലോ, കയ്യിന്റെ കുപ്പായക്കണ്ട് കയറ്റിയിട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന, ബൈക്കിന്റെ പുറകിലേക്ക് ഇരുന്നിട്ട് അടിച്ചു പൊളിച്ച് നമ്മൾ പോകുന്ന മനോഹരമായ ഈ ശരീരം എത്ര കൊല്ലത്തെ ഗ്യാരണ്ടി അതിനുള്ളത്? നിങ്ങൾ പറയും, എത്ര കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട്? 50 കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട്? 1/2 നൂറ്റാണ്ട് ഉണ്ടാവും? ഒരു പെണ്ണിന്റെ കയ്യും മുഖത്തൊക്കെ ആണുങ്ങൾ എത്ര കാലം നോക്കിക്കും? ഒരു 45-50 വയസ്സ് കഴിഞ്ഞാൽ ആരെങ്കിലും നോക്കുമോ? ഒന്ന് ആലോചിച്ചൂടെ നമ്മുടെ ഈ ശരീരത്തിന് എത്ര ഗ്യാരണ്ടി ഉണ്ട്? വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ തഅഖിലൂൻ. അല്ലാഹു തആല പറഞ്ഞത് ഖുർആനാണ്. ഖുർആൻ തന്നെ അല്ലേ ആയത്? ഓർമ്മ ഉണ്ടാവണം. എവിടെ കേട്ട മാതിരി തോന്നുന്നുണ്ടല്ലേ? എവിടെ? തബാറക്കില്ല, ഒന്ന് ആലോചിച്ച് നോക്ക് ഒന്നുകൂടി. എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ ആയത്? വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ തഅഖിലൂൻ. യാസീൻ, സൂറത്ത് യാസീനിലാണ്. എപ്പോഴും മരിച്ചോടത്ത് ഓർമ്മയാണ്. പക്ഷെ ഇടയ്ക്കെന്ന് ചോദിച്ചാൽ തലക്കെന്ന് ഓതി തരാണെങ്കിൽ ഓർമ്മ ഉണ്ടാവും, ഇടയ്ക്കെന്ന് ചോദിച്ചാൽ ഓർമ്മ ഉണ്ടാവില്ല. അതോ അല്ലാഹു തആല അതിൽ പറയുന്ന എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? യാസീൻ ഓതാത്ത അല്ലല്ലോ ഇപ്പൊ കേസ്, അതറിയാത്തതല്ലേ. യാസീനിലെ ഒരൊറ്റ ആയത്താണ് വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖ് അഫലാ യഅഖിലൂൻ. എന്താ അതിൻ്റെ അർത്ഥം? ആ ഒരൊറ്റ ആയത്തിൻ്റെ അർത്ഥം യാസീനിൽ പഠിക്കണ്ടേ? അറിയോ? അറിയില്ലല്ലേ? ആയത്തിൻ്റെ അർത്ഥം അറിയോ? അറിയില്ല. അല്ലാഹു തആല പറയുകയാണ് വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖ്. വമൻ നുഅമ്മിറുഹു, ആർക്കെങ്കിലും ഞാൻ ദീർഘകാലം ജീവിക്കാനുള്ള അവസരം കൊടുത്താൽ. ഉംർ എന്ന് പറഞ്ഞാൽ വയസ്സ് എന്നാണ്. നുഅമ്മിർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉംർ കൊടുത്താൽ, വയസ്സ് കൊടുത്താൽ, ദീർഘായുസ് കൊടുത്താൽ. ആർക്കെങ്കിലും ഞാൻ ദീർഘായുസ് കൊടുത്താൽ അല്ലാഹു പറയുന്നത് നുനക്കിസുഹു ഫിൽ ഖൽഖ്, അവന്റെ സൃഷ്ടിപ്പിനെ ഞാൻ കീഴ്ക്കാൻ തൂക്കാക്കി മറിക്കും എന്നാണ്. നുനക്കിസു എന്ന് പറഞ്ഞാൽ കാര്യമൊക്കെ തലകുത്തനാവും, നേരെ തിരിച്ചിടും. അല്ലാഹു തആല നുസ്ഖി ഫിൽ ഖൽഖ്, അവന്റെ സൃഷ്ടിപ്പിനെ ഞാൻ തിരിച്ചിടും. പറഞ്ഞ മനസ്സിലായോ? വയസ്സന്മാരെ അവസ്ഥ ആലോചിച്ച് നോക്ക്. നിങ്ങളെ പെരിയിലുള്ള വയസ്സന്മാരെ അവസ്ഥ ആലോചിച്ച് നോക്ക്. 80 വയസ്സായി അല്ലെങ്കിൽ 90 വയസ്സായി, എന്താണ് അയാളുടെ അവസ്ഥ? അയാൾക്ക് നിങ്ങൾ ചെറിയ അരിൻ്റെ കഞ്ഞി ഉണ്ടാക്കിയിട്ട് സ്പൂണിൽ വായിൽ വെച്ച് കൊടുക്കണ്ടേ? വേണ്ടേ? ഈ മനുഷ്യന് 6 മാസം പ്രായ സമയത്തും ചെയ്ത പണി അത് തന്നെയല്ലേ നമ്മൾ ചെയ്തിരുന്നത്? ചെറിയ അരിൻ്റെ കഞ്ഞി ഉണ്ടാക്കിയാൽ ചെറിയ പാല് കാച്ചിയിട്ട് സ്പൂൺ കൊണ്ട് വായിൽ വെച്ച് കൊടുക്കല്ലേ ഇത്? ആ 85 വയസ്സായ മനുഷ്യൻ കട്ടിലിൽ കിടന്ന് അയാൾക്ക് ഒരു ഓർമ്മയില്ല. കട്ടിൽ കിടന്ന് കഴിഞ്ഞിട്ട് ഇയാളെ തുണി എടുത്തു അങ്ങോട്ട് വലിച്ചെറും, കുപ്പായത്ത് ഇങ്ങോട്ട് വലിച്ചെറും, എന്നിട്ട് ഇയാൾക്ക് തുണി എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മെനക്കെടാണ് നമ്മൾ. 4-ാമത്തെ വയസ്സിൽ മൂച്ചിപ്പീരാന്തായ നമ്മൾ കുട്ടികൾ അങ്ങനെ തന്നെ തുണി എടുത്ത് കൊടുത്താൽ നിൽക്കുമോ? അവരെ വലിച്ചെറിയില്ലേ? നമ്മൾ പിന്നെ തുണി എടുത്ത് കൊടുക്കാൻ ശ്രമിക്കല്ലേ? അവർക്ക് നഗ്നത മറക്കണമെന്നില്ലല്ലോ. ഈ 90 വയസ്സായ വല്യപ്പ കട്ടിലിൽ കിടന്ന് കാഷ്ടിക്കുകയാണ്. നമ്മൾ താങ്ങിയെടുത്ത് കൊണ്ടുപോയിട്ട് കഴുകി കൊടുക്കണ്ടേ? നിങ്ങളുടെ 1.5 വയസ്സും 2 വയസ്സുമായ കുട്ടിയും ചെയ്യുന്നത് തന്നെയല്ലേ? അവൻ കിടക്കുന്ന സ്ഥലത്തും ഇരിക്കുന്ന സ്ഥലത്തും മൂത്രിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യുന്നു. നാം അത് വൃത്തിയാക്കണ്ടേ? അല്ലേ? ശരിക്കും അങ്ങനെ തന്നെയല്ലേ ഉള്ളത്? നിങ്ങൾ ഓർക്കണം, 6 മാസമായി നിങ്ങളുടെ കുഞ്ഞ് കിടക്കുന്ന സ്ഥാനത്ത് നിന്ന് ആഹാരം കൊടുക്കണമെങ്കിൽ താങ്ങി എടുത്തിട്ട് നിങ്ങൾ മടിയിൽ വെക്കണ്ടേ? 90 വയസ്സായ നിങ്ങളുടെ വല്യപ്പാനെയും വല്യമാനെയും ആഹാരം കൊടുക്കാൻ കട്ടിലിൽ നിന്ന് നിങ്ങൾ താങ്ങി എടുത്തിട്ട് വെക്കണ്ടേ? ഈ ചെറിയ കുഞ്ഞ് ബോധമില്ല, അവൻ ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും, ചിലപ്പോൾ പൊട്ടിക്കറിയും. ആ വല്യപ്പയും ചെയ്യുന്ന അതാണ്. ചിലപ്പോൾ കാണാൻ വെറുതെ ചിരിക്കുന്നു, ചിലപ്പോൾ കാണാൻ വെറുതെ കരയുന്നു. ഈ ചെറിയ കുഞ്ഞിന് ഒരാൾ വന്നാൽ ഇതാരാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. ഈ വല്യപ്പാക്കും ആളുകൾ വന്നിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ സുദീർഘമായ വയസ്സ് എന്നാൽ ഒരു ലിമിറ്റ് വിട്ടുപോയാൽ നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ ആദ്യഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാണോ ആ അവസ്ഥയിലേക്ക് ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. ഇത് നിങ്ങൾ ഓർത്തോളണം. അല്ലാഹു തആല പറഞ്ഞതാണ്. ഹക്കല്ലേ അല്ലാഹു തആല പറഞ്ഞത്? നമ്മൾ ചിന്തിക്കണ്ടേ?
ഇപ്പൊ നമ്മൾ പ്രൗഢിയുണ്ട്, ഇപ്പൊ നാം ആരോഗ്യവാന്മാരാണ്, ഇപ്പൊ നമുക്ക് സൗന്ദര്യമുണ്ട്, നമ്മുടെ ശരീരം മറ്റുള്ള ആളുകൾ കാണണമെന്നുണ്ട്, ആ സീനത്ത് നമുക്ക് പ്രകടിപ്പിക്കണമെന്നുണ്ട്, ജനങ്ങളുടെ മുന്നിൽ പ്രൗഢിയോടെ നിലകൊള്ളണമെന്നുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനൊരു ചിന്ത 1, 2, 3 വയസ്സായ സമയത്തുണ്ടായിരുന്നില്ല. അന്ന് നാം മറ്റുള്ളവർ താങ്ങിയെടുക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും വഴങ്ങിക്കൊടുത്തിരുന്നവരാണ്. ഇന്ന് നാം ഉമ്മാക്ക് വഴങ്ങുന്നവരല്ല. 2, 3, 4 മാസമായ കുഞ്ഞ് ഉമ്മാക്ക് വഴങ്ങും. 25കാരനായ ഈ മകനും മകളും ഉമ്മാക്ക് വഴങ്ങുന്നില്ല. പക്ഷേ അവൻ അല്ലാഹു തആല ദീർഘായുസ് കൊടുത്താൽ 85 വയസ്സായാൽ അപ്പോൾ അവൻ പണ്ട് ഉമ്മാക്ക് വഴങ്ങിയിരുന്നത് പോലെ മക്കൾക്ക് വഴങ്ങേണ്ടി വരും. താങ്ങിയെടുക്കാൻ മക്കളെ കാത്തിരിക്കേണ്ടി വരും. ആ അവസ്ഥ നിങ്ങൾക്ക് വരാനിരിക്കുന്നു എന്നാണ് അല്ലാഹു തആല സൂറത്ത് യാസീനിൽ പറയുന്നത്. വമൻ നുഅമ്മറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ യഖിലൂൻ. ഞാൻ ആർക്കെങ്കിലും ദീർഘായുസ് കൊടുത്താൽ അവന്റെ സൃഷ്ടിപ്പിനെ രണ്ടാമത് ഞാൻ കീക്കാൻ തൂക്കാക്കി മറിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തുകൊണ്ട് അവരതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? എവിടെ പോയി നിന്റെ പ്രൗഢി? ഇപ്പൊ എനിക്ക് കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടോ? ആരായിരുന്നു ഇയാളൊരു കാലത്ത്? ആളുകളൊക്കെ പറഞ്ഞിരുന്നില്ലേ, ഒരു 15 ആളൊന്നും അയാളത്തേക്ക് പോയിട്ട് കാര്യമില്ല. അയാളുടെ ആരോഗ്യം, ധൈര്യം, അഭ്യാസം നമ്മൾ പറഞ്ഞിരുന്നേ. 10-15 ആളൊന്നും അയാളത്തേക്ക് ഒറ്റക്ക് പോയിട്ട് അയാൾ ഒറ്റക്ക് പോയിട്ട് പ്രയോജനമില്ല, അടിച്ചു വായിപ്പിക്കും അയാള്. പക്ഷെ ആ മനുഷ്യൻ ഇന്ന് കട്ടിലിൽ കിടക്കുകയാണ്. അയാൾക്ക് കഞ്ഞിവെള്ളം വായിൽ ഒഴിച്ചു കൊടുത്തിട്ട് വേണം. അയാളുടെ മൂക്കിലൊരു ഈച്ച ഇരുന്നാൽ സ്വന്തം കൈ കൊണ്ട് ആട്ടാൻ അയാൾക്ക് കഴിയില്ല. അങ്ങനത്തെ ഒരവസ്ഥ നിനക്ക് വരാനിരിക്കുന്നു എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല ഞങ്ങൾ പറയുന്നത് കണ്ടോ? ഖബത്നാറു നഫ്സി ബിഷ്തിആലി മഫാരിഖി വഅളാമ ലൈലി ഇദ് അല്ലാ ശിഹാബുഹാ. എന്റെ ശരീരത്തിന്റെ അഗ്നിയൊക്കെ കെട്ടുപോയി. ബിഷ്തിആലി മഫാരിഖി, എന്റെ മുടിവാർന്ന് വെക്കുന്ന മഫറക്ക് ലംഘാൻ തുടങ്ങിയതോടുകൂടി എന്റെ ശരീരത്തിന്റെ അഗ്നിയൊക്കെ കെട്ടുപോയി. പറഞ്ഞാൽ എന്താ അറിയോ? ഞാൻ എൻ്റെ ശരീരത്തിലൊക്കെ കത്തിയാളുന്ന അഗ്നിയായിരുന്നു. അതായത് ഞാൻ വലിയ ചൂടനായിരുന്നു. സാധാരണ പറയലോ, വളരെ ചൂടനാണ്. അതായത് എന്തിനും തയ്യാറുള്ള, അതിന് ചോരത്തിളപ്പുള്ള സമയം, രക്തഹീറ്റാവും, അപ്പൊ എന്തും ചെയ്യില്ല മനുഷ്യൻ. അങ്ങനത്തെ ഒരു കാലൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ നെറുന്തലയിൽ നരങ്ങനെ വന്നു തുടങ്ങിയതോടുകൂടി എൻ്റെ ചൂടൊക്കെ കെട്ടുപോയി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ആരാണ്, എന്താ ഈ ചൂടുകൊണ്ടൊക്കെ കാര്യം? ഇത് എത്ര കാലം ഈ ചൂട് നിലനിൽക്കും? കുറച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് കെട്ടുപോലെ. പിന്നെ ആളുകൾ എൻ്റെ ചൂട് കണക്കിലെടുക്കും. നര വരാൻ തുടങ്ങിയതോടുകൂടി എൻ്റെ അഗ്നിയൊക്കെ കെട്ടുപോയില്ലേ, ശരീരത്തിലുള്ള അഗ്നി. ഇമാം ഷാഫി ചോദിക്കുകയാണ്, എങ്ങനെയാണ് എനിക്ക് ജീവിതം ആസ്വദിക്കാനാവുക? എന്റെ താടിരോമങ്ങളിൽ, ഈ ഇടത്താടിയിൽ, ആരിളിൽ നരയുടെ വെള്ളിരേഖ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. മൈലാഞ്ച് കൊണ്ട് അതിനെ മറച്ചു പിടിക്കാൻ കഴിയില്ല. നരക്കാൻ തുടങ്ങി. ഇനിയിപ്പോ എങ്ങനെ ഈ ജീവിതം ആസ്വദിക്കാൻ? ചിന്തിക്കൂലേ മനുഷ്യൻ? നര വന്നാൽ ചിന്തിക്കൂലേ? അവന്റെ ജീവിതത്തിന്റെ പ്രഥമഘട്ടം കഴിഞ്ഞു. ഇനി ഇത് താഴോട്ടാ പോണം. മേലോട്ടുള്ള വരവ് കഴിഞ്ഞു, അതോടെ നിന്ന് ഇനി കീപ്പെട്ടു പോകും. അതുവരെ ഇങ്ങനെ മുറ്റി വന്നിരുന്ന ശരീരം, ശരീരത്തിന്റെ കോശങ്ങൾ, സെല്ലുകളൊക്കെ ഇങ്ങനെ പെറ്റുവരികയില്ലായിരുന്നു. അതല്ലേ നമ്മൾ തടിച്ചു വന്നത്. ആ തടിച്ചു വന്നതൊക്കെ ഇപ്പൊ ആ കോശങ്ങളൊക്കെ ചാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ശരീരം ചുളുങ്ങിപ്പോകും, മാംസമൊക്കെ ചുരുങ്ങിപ്പോകും, തൊലിയൊക്കെ ചുളുങ്ങിപ്പോകാൻ തുടങ്ങും, സെല്ലുകളൊക്കെ ചത്തുപോകാൻ തുടങ്ങും. അതല്ലേ നിങ്ങളുടെ അവസ്ഥ? ഒരു മനുഷ്യന്റെ ഇസ്സത്ത് അവന്റെ നരയുടെ മുമ്പാണ്. യൗവനം കഴിഞ്ഞു പോയ ഒരു മനുഷ്യന്റെ ജീവിതം നശിച്ചുപോയി. ഒരാളുടെ നിറം മഞ്ഞയാവുകയും അവന്റെ തലയൊക്കെ വെളുത്ത നിറമാവുകയും ചെയ്താൽ അവന്റെ ഏറ്റവും മനോഹരമായിരുന്ന, ത്വയ്യിബായിരുന്ന, ഏറ്റവും പരിശുദ്ധമായിരുന്ന ദിവസങ്ങൾ കളങ്കപൂർണമായി പോകും. ദിവസമൊക്കെ കലങ്ങിപ്പോകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
തലയിൽ ഒരു രോമം ഒരിക്കൽ നരച്ചുപോയി. നല്ല കറുത്ത മനോഹരമായ രോമമുള്ളതാണ്. സിദ്ദീഖ് റളിയല്ലാഹു തങ്ങൾ ഒരിക്കൽ നോക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ തലയിൽ ഒരു മുടി നരച്ചിരിക്കുന്നു. നമ്മൾ സാധാരണ ഒരു ചങ്ങാതിനെ കണ്ടാൽ പറയല്ലോ, നീയൊക്കെ അങ്ങ് നരച്ചുപോയല്ലോടോ എന്ന് പറയില്ല നമ്മൾ സാധാരണ. അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കണ്ട് പറഞ്ഞു, റസൂലെ തങ്ങളങ്ങ് നരച്ചു പോയല്ലോ, തങ്ങൾ നരച്ചു പോയല്ലോ റസൂലേന്ന്. ആകെ ഒരു മുടിയെ നരച്ചു കണ്ടിട്ടുള്ളൂ. പക്ഷെ അപ്പോഴേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു കൗതുകമായി. മഹാനവറുകൾ പറഞ്ഞു, റസൂലെ തങ്ങളൊക്കെ നരച്ചു പോയല്ലോ എന്ന്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ മറുപടി, അബൂബക്കറേ ശയ്യബത്നി ഹൂദ്, ഹൂദ് സൂറത്താണ് എന്നെ നരപ്പിച്ചു കളഞ്ഞത്. സൂറത്ത് ഹൂദിൽ അല്ലാഹു തആല ജീവിതാന്ത്യത്തെക്കുറിച്ചും പരലോകത്തും കുറിച്ചും പറഞ്ഞ ഗംഭീരമായ പ്രൗഢമായ വചനങ്ങളാണ് എന്നെ നരപ്പിച്ചു കളഞ്ഞത് അബൂബക്കറേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആ നര അതോടുകൂടി ജീവിതത്തിന് വരുന്ന ചേഞ്ചാണ്, മാറ്റമാണ്. ഞങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഈ പ്രൗഢിയും ഈ പ്രതാപങ്ങളൊക്കെ അസ്തമിച്ചു പോകും. അല്ലാഹു തആല ദീർഘായുസ്സ് തന്നാൽ എത്ര കാലം നമ്മൾ ഇതൊക്കെ ആസ്വദിക്കാനുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, അതിൽ നിങ്ങൾ വല്ലാതെ കൂടണ്ട. ഈ സൗന്ദര്യവും ഈ ഭംഗിയും ഈ ആസ്വാദനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പ്രദർശിപ്പിക്കാനും നടക്കണ്ട. അധിക കാലമൊന്നും ആളുകൾ നോക്കി നിൽക്കില്ല. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ സൗന്ദര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു സ്ത്രീയുടെ മുടിയല്ല ഭംഗിയുള്ളതാണ്, പക്ഷേ അതിൽ നരച്ചു പോയാൽ ആരെങ്കിലും ശ്രദ്ധിക്കും? നേരത്തെ ശ്രദ്ധിച്ചിരുന്ന ആളുകളെ ഇപ്പോൾ അത് ശ്രദ്ധിക്കൂലല്ലോ. അതൊരു ഒരു കൗതുകമുള്ള സംഗതിയല്ലല്ലോ നരച്ച മുടി. ഇതല്ലേ ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ എപ്പോഴും നമ്മുടെ നഫ്സിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞ ഈ വാക്കുകൾ സൂറത്ത് യാസീൻ നമ്മൾ എല്ലായിടത്തും ഓതുന്നതാണ്. ഇനി എവിടെയെങ്കിലും അടുത്ത മരിച്ച സ്ഥലത്ത് ഓതുമ്പോഴെങ്കിലും ആ ആയത്തിൻ്റെ അർത്ഥം ഓർമ്മ വേണം. വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. അല്ലാഹു തആല പറയുകയാണ്, വമൻ നുഅമ്മിറുഹു, ആർക്കെങ്കിലും നാം ദീർഘായുസ് കൊടുത്താൽ, നുനക്കിസുഹു ഫിൽ ഖൽഖ്, അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘടനയിൽ ഞാൻ ആകെ മാറ്റങ്ങൾ വരുത്തും. എങ്ങനെയാണോ അവൻ്റെ ജീവിതം ദുന്യാവിൽ തുടങ്ങിയത് ആ അവസ്ഥയിലേക്ക് അവൻ തിരിച്ചു വരും. പിന്നെ കുട്ടികളെ പോലെയാകും. പിന്നെ അവന് ബോധം ഉണ്ടാവില്ല, അവന് ആരോഗ്യമുണ്ടാവില്ല, അവന് മറ്റുള്ളവർ സഹായിക്കേണ്ടി വരും, അവൻ്റെ എല്ലാ പ്രതാപവും നഷ്ടപ്പെട്ടു പോകും. അപ്പം ചിന്തിക്കുക, അത് വളരെ കുറഞ്ഞ വളരെ ചെറിയൊരു ഇടവേള മാത്രമാണ് നമ്മൾക്കിപ്പോൾ അത് ഉള്ളത്. അതിൻ്റെ ആദ്യമില്ല അവസാനമില്ല. ആദ്യത്തിൽ നമ്മൾക്ക് ഈ യോഗ്യത ഒന്നും ഇല്ലായിരുന്നല്ലോ, ഇനി അവസാനം ഇത് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം ഈ ഒരു കുറഞ്ഞ സമയത്തിന് വേണ്ടി മാത്രം നാം എന്തു ചെയ്യരുത്? അഹങ്കരിച്ചു പോകരുത്. അതിനുവേണ്ടി മാത്രം നാം ദുരഭിമാനികളായി പോകരുത്. അതിനുവേണ്ടി മാത്രം നാം പ്രൗഢി കാണിക്കരുത്. അത് അവസാനിച്ചു പോകാനുള്ളതാണ്. എങ്ങനെയായിരുന്നോ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നാം വിനീതരായിരുന്നത്, അതുപോലെ ജീവിതം മുഴുവനും വിനീതരായിരിക്കുക, മരണം വരെ. ഇൻഷാ അള്ളാഹ് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നാളെ ആ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. ഈ ജീവിതം എങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത് എന്ന്, അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കാൻ പോകുന്നത് എന്ന്, ആ മരണം നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് എന്താണ് എന്ന്, അത് നമുക്ക് നൽകുന്ന ചിന്തകൾ എന്താണ് എന്ന് നാം കാണുന്നുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ ഇന്നലെ ഉണ്ടായിരുന്നവർ ഇന്നില്ല. നമ്മുടെ വാപ്പമാരിൽ പലരും ഇന്ന് കൂടെയില്ല, ഉമ്മമാർ പലരും കൂടെയില്ല. അവരൊക്കെ ഈ ലോകത്ത് ജീവിച്ചു പോയവരാണ്. നമ്മുടെ ആത്മമിത്രങ്ങളായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ ആളുകൾ പോലും പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. അങ്ങനത്തെ ഒരു ഘട്ടം വാർത്തകൾ ഇങ്ങനെ കേൾക്കും. നമ്മളൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ തോന്നും, ഒരു മരിച്ച വീട്ടിലൊക്കെ ചെന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ തോന്നും, ഈ മരണം എന്നൊക്കെ പറഞ്ഞ് ഇവർക്കൊക്കെ ഉള്ളതാണ്, ഈ മരിച്ചെടുക്കുന്നത് നമ്മൾക്കൊന്നുള്ള എല്ലാം തോന്നിപ്പോവും. നമ്മൾ പെരുമാറ്റ രീതിയൊക്കെ കണ്ടാലേ നമ്മൾക്കൊന്നുള്ള അല്ലല്ലോ ഈ മരണം, അതൊക്കെ ഈ ആളുകൾ കണ്ടില്ലേ, ഇപ്പം ഇവരൊക്കെ പോലത്തെ ആളുകൾക്കൊക്കെ ഉള്ളതാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് നമ്മുടെയൊക്കെ ജീവിതം, നമ്മുടെ പെരുമാറ്റവും. സ്വയം നാം തിരിച്ചു വരേണ്ടതാണ്. ഈ ജീവിതം ഇതിങ്ങനെയൊക്കെ വളരെ ഹ്രസ്വമാണ്. അല്ലാഹു തആല ഇന്നലെ പറഞ്ഞ ആയത്തോർമ്മല്ലേ, വഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. പക്ഷേ അതവിടെ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പോവുകയാണ്. ആ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സൃഷ്ടിപ്പിൽ സംഭവിക്കാൻ പോകുന്നതാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പറഞ്ഞത്. വമൻ നുഅമ്മിറുഹു നുനക്കിസു ഫിൽ ഖൽഖ്. ഇനി ആ അന്തിമഘട്ടത്തിൽ നിങ്ങൾ ഇത് പറ്റേ അവസാനിക്കാൻ പോവുകയാണ്. നമ്മൾ കുറേ ഓക്സിജനൊക്കെ കൊടുത്തു നോക്കും, മൂക്കിലൂടെ പമ്പൊക്കെ ഇട്ട് നോക്കും, പക്ഷെ അതുകൊണ്ടൊന്നും ഇപ്പോൾ നിലനിൽക്കില്ലല്ലോ. അതിന് പരിഹാരമില്ല, ചികിത്സയില്ല. അത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരേ ഒരു സംഗതിയാണ്, ടൈം മാത്രമേ അറിയാത്തുള്ളൂ. ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ദുനിയാവിലെ ഒരേ ഒരു സംഗതി മരണമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖുർആനിൽ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന്.
അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അള്ളാഹുവിന്റെ അടിമകളായ ഞാനും നിങ്ങളുമൊക്കെ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. വരാൻ പോകുന്ന സംഗതിക്ക് നമ്മൾ ഒരുങ്ങൂലേ? നിങ്ങൾക്കൊരു കേസുണ്ട്, അടുത്ത ആഗസ്റ്റ് 18-നാണ് അത് അവധി വെച്ചിട്ടുള്ളത്. ആഗസ്റ്റ് 15 പറഞ്ഞ് നിങ്ങൾ കാത്തിരിക്കൂല. നിങ്ങളിപ്പോൾ തന്നെ ഏറ്റവും സമർത്ഥനായ വക്കീലിനെ കണ്ടുപിടിക്കും. എന്നിട്ട് അയാളെ അരികിൽ പോയിട്ട് കേസ് പഠിക്കും. കാരണം എന്തുകൊണ്ട്? ക്രോസ് വിസ്താരം ഉണ്ടാവും, മറുപടി പറയേണ്ടി വരും. ഇതിനൊക്കെ നമ്മൾ പണം ചെലവഴിക്കും. എന്ത് പണം ചെലവഴിക്കുമല്ലോ അത് വിജയിക്കാൻ വേണ്ടി. ഏത് വാദവും നമ്മൾ കാണാതെ പഠിക്കുമല്ലോ. എത്ര മനപ്പാടാക്കോ ഹിഫ്ലാക്കാണ് നമ്മൾ. യാസീൻ അറിയാത്തവൻ പോലും കേസുണ്ടെങ്കിൽ വാദവും മറുപടിയൊക്കെ നല്ലോണം ഹിഫ്ലാക്കാണ്. അവിടെ പോയിട്ട് കൂട്ടിൽ കയറിയിട്ട് പറയാനുള്ളതാണ്. കേസ് ജയിക്കാൻ വേണ്ടി 2 മാസം കഴിഞ്ഞിട്ട് വരാനിരിക്കുന്നൊരു കേസിന് വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെടുന്നവരാണ് നാം. പക്ഷേ നാളെ രാവിലെ പോകാനിരിക്കുന്ന ഖബറിലുള്ള ചോദ്യത്തിന് മറുപടി പറയാനുള്ള കാര്യത്തെക്കുറിച്ച് ഇന്ന് വരെ നമ്മളെ തലയിൽ ചിന്ത വന്നിട്ടില്ല. ഇതല്ലേ മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരിയായ ജീവിതത്തിന്റെ പരിവർത്തനത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഗംഭീരമായ വചനങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ വചനങ്ങളിലേക്കും അതിന്റെ അനന്തരമായ കാര്യങ്ങളിലേക്കും അതിന്റെ കടമകളിലേക്കും ഉത്തരവാദിത്വങ്ങളിലേക്കുമാണ് നമുക്ക് തിരിച്ചു പോകാനുള്ളത് നാളെ മുതലുള്ള ദിവസങ്ങളിൽ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈ ഹ്രസ്വമായ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. وآخر دعوانا أن الحمد لله رب العالمين. يا صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي. ഷഹീദായോരില്ലേകല്ല സദയം നില്ലിക്കാല്ല. ഷഹീദായോരില്ലേകല്ല സദയം നില്ലിക്കാല്ല. ആനന്ദം ജന്നത്തില്ലല്ല, ആനന്ദം ജന്ന